ഇന്ത്യൻ എയർലൈൻസ് കമ്പനികൾക്ക് തിരിച്ചടി. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇൻഡിഗോ സ്റ്റോക്ക് മാത്രം 5% കൂടുതലാണ് ഇടിവ് നേരിട്ടത്. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് സെനാരിയോ തന്നെയാണ്. റീസെന്റ് കാശ്മീരിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്കിനെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ട്. ഇതിന് മറുപടിയായി പാകിസ്ഥാൻ ഇന്ത്യൻ എയർലൈൻസിനായുള്ള വിമാനമാർഗം അടച്ചു. ഡൽഹി, അമൃത്സർ, ലക്നൗ, ജയ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് റൂട്ട് മാറ്റം സംഭവിക്കുന്നു. ഈ ഒരു തിരിച്ചടി ഏറ്റവും കൂടുതൽ നേരിടാൻ പോകുന്നത് ഇൻഡിഗോ ആണ്. കാരണം 80ഓളം ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻസിലാണ് ഇൻഡിഗോ പറക്കുന്നത്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവും ഇത്തരത്തിലുള്ള സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാലയളവിൽ 4 മാസത്തിലധികമാണ് വിമാനമാർഗങ്ങൾ താൽക്കാലികമായി അടച്ചത്. ഇത് ഇന്ത്യൻ എയർലൈൻസ് കമ്പനികൾക്ക് 540 കോടിയുടെ നഷ്ടമാണ് ആ ഒരു സമയത്ത് വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. സമാനമായിട്ടുള്ള അനുഭവം തന്നെയാണ് ഇന്ത്യൻ എയർലൈൻസ് കമ്പനികൾ നേരിടാൻ പോകുന്നത്. നിലവിലുള്ള ഈ അനിശ്ചിതത്വം തുടരുന്ന കാലം വരെയും ഇന്ത്യൻ എയർലൈൻസിന് വലിയ നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. വെള്ളിയാഴ്ച മാത്രം 5% ഇടിവ് നേരിട്ട ഇൻഡിഗോ സ്റ്റോക്ക് ചെറിയ രീതിയിലുള്ള റിക്കവറി കാണിച്ചെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ സെല്ലിംഗ് പ്രഷർ ഈ ഒരു കമ്പനിക്കകത്ത് അധികമായിരിക്കും.